ഇപ്പൊ മൈനയുടെ സിരകളിലോടുന്ന രക്തം നീ കൊടുത്തതല്ലേ? അതൊക്കെ അത്ര വലിയ കാര്യമാണോ സാറേ? ഊരും പേരൊന്നും അറിയാത്ത എത്രയോ പേർക്ക് ഞാൻ ബ്ലഡ് കൊടുത്തിരിക്കുന്നു. ഞാനതൊന്നും ഓർത്ത് വെക്കാറില്ല. ഗുഡ്. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. അതുകൊണ്ടല്ലേ ബ്ലഡ് കൊടുത്തതിന് ശേഷവും നേരം പുലരുന്നവരെ താൻ മൈന കിടന്ന ഹോസ്പിറ്റലിന് കാവൽ നിന്നു. ഒടുവിൽ അമ്മണിയമ്മയ്ക്കൊരു ചായ വാങ്ങിക്കൊടുത്തിട്ടാ പോകുന്നത് അല്ലേ? അതിനുശേഷം അർജുൻ എവിടേക്കാ പോയത്? ഓ, സാർ അപ്പൊ ബേബി മിസ്സിംഗ് കേസിൽ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നാണല്ലേ? ആദ്യം കണ്ടപ്പോഴേ തോന്നി എന്തോ ഉടായിപ്പാണെന്ന്. ഈ വരവും സ്നേഹക്കുട്ടിയുള്ള ചോദ്യമൊക്കെ പഴയ സിനിമാ നമ്പറാ സാറേ. ഈ ന്യൂ ജനറേഷൻ കാലത്ത് ഇതൊക്കെ ഭയങ്കര ബോറാ സാറേ. സാറ് ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കൈയെടുക്കാൻ പറ സാറേ. ജോണേ, പറയേ, മൈനയുടെ കുഞ്ഞെവിടെ? ഓ, അതാണ് കാര്യം. ഇതിപ്പോ ഈ നാട്ടിൽ ആർക്കാ അറിയാത്തത്? മൈനയുടെ കുഞ്ഞിനെ എടുത്തു മാറ്റിയത് ആരാന്ന് എല്ലാവർക്കും അറിയാം. ആരാ ചെയ്തത്? സാറ് തന്നെ. സ്വന്തം രഹസ്യക്കാരിക്ക് ഒരു കുഞ്ഞുണ്ടായി. അത് വളർന്ന് നാണക്കേടിന്റെ മനുഷ്യക്കോലമായി മുന്നിൽ വന്ന് നിൽക്കാൻ ആർക്കാ ഇഷ്ടം? അല്ലേ സാറേ? നമ്മളൊക്കെ അങ്ങ് വിട്ടേര് സാറേ. ഇനി ഉപദ്രവിക്കല്ലേ. മൈനയുടെ പേരും പറഞ്ഞ് സാറ് എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ളതാ. ഇനി മൈനയുടെ കുഞ്ഞിന്റെ പേരിൽ എന്നെ കൊണ്ടുപോയി തല്ലാനാണെങ്കിൽ സാറ് പറ, ഞാൻ വരാൻ കൂടെ. എവിടെ വേണമെങ്കിലും വരാം. ജോൺ, നോക്കി നിൽക്കാണ്ട് നടക്ക്. അങ്ങനെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ശകുനം വന്ന് നിൽക്കരുതെന്ന്. നിന്നെയൊക്കെ കണ്ടോണ്ട് പോയാൽ ഗതി പിടിക്കല്ലേ ബാക്കിയുള്ളവർക്ക്. ഇങ്ങനെ വലിച്ചയച്ചോണ്ട് നടക്കാതെ വിളിച്ചോണ്ട് പോടിയകത്തേക്ക്. വെറുതെ മനുഷ്യന്റെ സമനില തെറ്റിക്കാതെ. ഇന്നാണെങ്കിൽ ടെൻഡർ വിളിക്കുന്ന ഒരു ദിവസവുമാ. ഇങ്ങനെ തൃക്കണി കാണിച്ചു തന്ന എന്റെ നല്ല ദിവസവും കളഞ്ഞില്ലേ? ഞാൻ അവസാനമായിട്ട് പറയുക, ഇന്നത്തോടെ നിർത്തിക്കോണം ഇവനെയും കൊണ്ടുള്ള ഈ നടപ്പ്. മുറിക്കാത്തുള്ള അഭ്യാസമൊക്കെ മതി. നേരത്തിന് ബാക്കിയുള്ളവർക്ക് ഒരു ചായ ഉണ്ടാക്കി തരാൻ പോലും ആളില്ല. അച്ഛന് ഞാനിവിടെ ചായ എടുത്ത് വെച്ചിരുന്നല്ലോ. ഓ, അത് ചായയാണോ വിഷമാണോ എന്ന് ആർക്കറിയാം? അതൊന്ന് കുടിച്ചു നോക്കിയിട്ട് താടിയെന്ന് പറയാൻ എന്റെ കെട്ടിയോട് ലോകത്തുള്ള അമ്പലത്തിൽ മുഴുവൻ ഇറങ്ങാൻ പോയിരിക്കുകയാണല്ലോ. അമ്മ വേണുവേട്ടനുള്ള നേർച്ചകൾ നടത്താൻ പോയിരിക്കുകയാണല്ലോ അച്ഛാ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഓ, വേണുവേട്ടന്റെ ഒരു നേർച്ച. ഈ എന്റെ മോൻ കാര്യമറിയാതെ നിന്റെ വാക്കും നിലവിളിയും വിശ്വസിച്ച് സ്വന്തം തന്തയായി എന്നെ കൊല്ലാൻ എഴുന്നേറ്റ് നടന്നു വന്നതിന്റെ നേർച്ച അല്ലേടി? ഇക്കണക്കിന് ഇവനെ കൊണ്ട് എന്നെ കൊല്ലിച്ചാൽ നീയൊക്കെ കൂടി ഇവിടെ ഉത്സവം നടത്തുമല്ലോടി. കണ്ടോ എന്നെ അവൻ നോക്കുന്ന കണ്ടോ? നോക്കടാ, നോക്ക്. ഉണ്ടാക്കിയ തന്റെ തന്നെ ഇങ്ങനെ നോക്ക്. എന്നിട്ട് എന്നെ കൊല്ലാനുള്ള ഇവളുടെ വാക്കം കെട്ടിട്ടിഞ്ഞു വാ. സന്തോഷമാവട്ടെ എല്ലാവർക്കും. അച്ഛൻ ഇങ്ങനെ എന്റെ കുടുംബത്തിൽ ഇപ്പൊ ഞാൻ ആരെയൊക്കെ പേടിക്കണം? ഓ, ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ.
ഹലോ ഏതു ഏതു മോളെ? നിനക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള സമ്മാനമാ ഇതു. ഇതെന്തൊരു ഉറക്കമാ. അതെ, ഇന്ന് ചില വിശേഷങ്ങളൊക്കെ ഉണ്ടായി. ഇതു 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 ഈശ്വര, ഇതു 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 ഇതുപോലെ ഇതു എഴുന്നേക്ക്. എന്താ പറ്റിയേ? ഇതു ഇതുപോലെ ഇതുപോലെ എഴുന്നേക്ക്. ഇതുപോലെ മതി മതി മതി. ഈശ്വര, ഗീതു. ഇതുപോലെ ഇതുമോളെ. അയ്യോ, ഗീതു, ഗീതു, നീ ഗീതു. അങ്ങോട്ട് മാറ്. ഇതുമോളെ. അയ്യോ ഇതുമോളെ, എന്താ പറ്റിയേ? മോളെ 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 ഗീതു ഗീതു, ഗീതു ഗീതു, മോളെ ഗീതു ഗീതു, ഗീതു. മോളെ എന്താ? നിനക്കെന്താ എന്താ പറ്റിയേ? എനിക്കെന്തോ പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ. ഹോസ്പിറ്റലിൽ വാ, എഴുന്നേക്ക്. വേണ്ട, പോവാം ഗീതു, ഞാനും വരാം. വേണ്ട ഞാൻ ലക്ഷ്മിയെ വിളിക്കട്ടെ? അങ്ങളെ വേണ്ട, എനിക്കൊന്ന് ഉറങ്ങിയാ മതി. കുറച്ച് വെള്ളം. അങ്കിൾ, ഇതുമോളെ നമുക്ക്. അങ്കിൾ പ്ലീസ് അങ്കിൾ. ആ
ഗീതു 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 മനു, പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ. ഞാൻ വന്നത്, നിന്നെ വിളിച്ചത് കേട്ടോ നീ? ഹാപ്പി ബർത്ത്ഡേ ഗീതു. ഗീതു, മനു, എനിക്ക് ഉറക്കം വരുന്നു. ഉറങ്ങിക്കോ, ഞാൻ പിന്നെ വരാം. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. ഹലോ, സിധു, ഈ ലോകത്തൊന്നും അല്ലേ? കയ്യിലൊരു കത്തിച്ചു പിടിച്ച സിഗരറ്റും ഒരു പേനയും പേപ്പറും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു അസല് കവിതയോ കഥയോ ഒക്കെ പിറന്നു വീണേന്. അല്ല, അത്രയ്ക്കുണ്ടായിരുന്നോ ആലോചന? എന്തോന്നാ ഇത്രമാത്രം ആലോചിക്കാൻ? ഏയ്, ഒന്നുമില്ല. സിധു, എന്താ സിധുവിന് പറ്റിയത്? നമുക്ക് ആ ഡോക്ടർ അജിത് മേനോന്റെ അടുത്തൊന്ന് പോയാലോ? ഒരു കൺസൾട്ടേഷൻ എന്ന് കരുതണ്ട, ജസ്റ്റ് മീറ്റ് ചെയ്യുന്നെന്ന് കരുതിയാ മതി. സിധുവിന്റെ ടെൻഷന്റെ കാരണം എന്താണെന്നറിയാലോ? ടെൻഷനല്ല, ഭ്രാന്ത. ഭ്രാന്ത്. നീ പറഞ്ഞ ഡോക്ടർ ഭ്രാന്തിനെ ചികിത്സിക്കുന്ന ആളല്ലേ? ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തോ. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിന് മാത്രം ഞാൻ എന്താ പറഞ്ഞേ? നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് അറിയില്ല എന്ന് കരുതിയോ നീ? ഭ്രാന്ത് എനിക്കല്ല. അതാർക്കെന്ന് ഞാൻ പറയണോ? പറയണോന്ന്? സിധു, എന്താ അപ്പൊ മോളെ, ഉറങ്ങിയില്ലേ മോള്? ഇല്ല, അവിടെ അമ്മയും പപ്പയും ഭയങ്കര വഴക്കാ. എന്തിനാ? മൈനച്ചിട്ടേരെ പേരും പറഞ്ഞു. ഞാൻ മണിച്ചിട്ടേരെ കൂടെ ഉറങ്ങിക്കോളാം. മുഴുവ അതിനെന്താ, അതൊരു സന്തോഷമല്ലേ? എന്തിനാ സിദ്ധു അങ്കിളെ എപ്പോഴും മൈനച്ചിട്ടേരെ പേരും പറഞ്ഞ് എല്ലാരും വഴക്കിടുന്ന? ഏയ്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മൈന അവളെല്ലാരും കൊന്നിട്ടേ അടങ്ങൂ. എന്നെ അറിയിക്കണ്ടെന്ന് നീ എന്തിനാ ഏട്ടനോട് പറഞ്ഞേ? ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ടും നീ എന്താ സമ്മതിക്കാതിരുന്നേ?
ഗീതോനടാ ഞാൻ ചോദിക്കുന്നേ. മുഖത്ത് നോക്കി കാര്യം പറയടി. എനിക്ക് അതിന് മാത്രമുള്ള അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അത് നീയാണോ തീരുമാനിക്കുന്നേ? പിന്നെ ആരാ? അമ്മയാണോ തീരുമാനിക്കുന്നേ? ഗീതു, ആരും കാണാണ്ട് ഈ റൂമിൽ കിടന്ന് നിനക്ക് വല്ലതും സംഭവിച്ചാലോ? എന്ത് സംഭവിക്കാൻ? ചത്തു, അത്രയല്ലേ ഉള്ളൂ. ഗീതു, ദേ അടിച്ചു മോന്ന് ഞാൻ പൊട്ടിക്കും. മോളെ, ഈ ടൈമില് വാശിയും ദേഷ്യവും കുറെ കൊതിയൊക്കെ തോന്നും. അതൊക്കെ പ്രഗ്നൻസിയുടെ ഒരു ഭാഗമാ. എന്ന് വെച്ച് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യണം, ടെസ്റ്റുകൾ നടത്തണം. എന്തിന്? എന്തിനെന്നോ? ഓരോ ടെസ്റ്റും ചെക്കപ്പും എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങോട്ട് വരണ്ട. ഞാൻ ഒരു ആശുപത്രി തിണ്ണയിലേക്കും വരാൻ പോകുന്നില്ല. വെറുതെ അതിനു വേണ്ടിയിട്ട് അമ്മ മഞ്ഞു കൊള്ളണ്ട. ഞാൻ വരില്ല എന്ന് പറഞ്ഞാ വരില്ല, വരില്ല, വരില്ല. എനിക്ക് വയ്യ ഇതിങ്ങനെ കൊണ്ടു നടന്ന് നാടുകാരെ കാണിച്ച് നാണം കെടാൻ. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഹോസ്പിറ്റലിൽ പോകാതിരുന്ന എങ്ങനാ? അങ്ങനെ കൊണ്ടു നടന്ന് പരിചരിച്ചു മോമനിച്ചും ഞാൻ പ്രസവിക്കുന്ന ഈ കുഞ്ഞ് ആരെ അമ്മ അച്ഛാന്ന് വിളിക്കാൻ പോകുന്നേ? അമ്മ പറഞ്ഞതൊക്കെ ഏറ്റു പറഞ്ഞ് ശീലിച്ചവളാ ഞാൻ. അങ്ങനെ വളർന്നതാ. ഇതും അമ്മ തന്നെ ഒന്ന് പറഞ്ഞതാ. ഗീതു, നീ എന്തൊക്കെയാ ഈ പറയുന്നേന്ന് വല്ല നിശ്ചയമുണ്ടോ? പിന്നെ എന്തിനാടി നമ്മൾ ഇവിടെ ജീവിക്കുന്നേ? വേണു സ്വീകരിക്കണം നിന്നെയും നീ പ്രസവിക്കുന്ന കുഞ്ഞിനെയും. അതിനെ ഈ വീട്ടിൽ വളർത്തും നീ. ആ കുഞ്ഞ് വേണുഗോപനെ അച്ഛാന്ന് വിളിക്കും. അപ്പൊ ആ കാര്യത്തിന് തീരുമാനമായി. പക്ഷേ വേറൊരു കാര്യമുണ്ടല്ലോ അമ്മേ. ഈ കൊച്ചിന്റെ യഥാർത്ഥ അവകാശി മനു. അവൻ അവകാശവാദവുമായി വന്നാലോ? എന്തു ചെയ്യും നമ്മള്? കുഞ്ഞിനെ വിട്ടുകൊടുക്കൂ? അങ്ങനെ അവകാശം പറഞ്ഞു വരാൻ ഇല്ല, അവൻ വരില്ല. കൊന്നുകളയുമല്ലേ ആ രഘുവിനെ വിട്ട്? അപ്പൊ പിന്നെ അതിനും ഒരു തീരുമാനമായി. ഇനി വേറൊരെണ്ണം കൂടി ബാക്കിയുണ്ടല്ലോ, അംബിക. അവളോ? നമ്മൾ അവളെയും കൊല്ലും. അമ്മയുടെ കയ്യില് ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, ആരെ വേണമെങ്കിലും കൊല്ലാം, അല്ലേ മേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, അമ്മ ചെയ്തതും ചെയ്യാൻ പോകുന്നതും ഈ മകൾക്ക് വേണ്ടിയാ. എന്നെ നിലനിർത്താൻ അമ്മ ആരെ വേണമെങ്കിലും ഇല്ലാതാക്കും. പക്ഷെ അമ്മേ, ഒരാളുടെ, ഒരു കുഞ്ഞിന്റെയെങ്കിലും ഇത്തിരി സ്നേഹം ഈ മകൾക്ക് വാങ്ങിത്തരാൻ എന്റെ അമ്മയ്ക്ക് കഴിയും. കഴിഞ്ഞിട്ടുണ്ടോ? ഏതോ നമ്മൾ ആഗ്രഹിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല അമ്മേ. വേണുവിനെ അംബികയും വേർപെടുത്താനാവില്ല നമുക്ക്. അവരിൽ ഒരാളെ കൊന്നാൽ പോലും അവർ പിരിയില്ല. അങ്ങനെയൊക്കെയാ സ്നേഹം എന്ന് പറയുന്നത്, അല്ലേ? ഒക്കെ നടക്കും, നടത്തി തരൂ ഈ അമ്മ. അമ്മ വെറുതെ ഓരോന്ന് മോഹിക്കോ? അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞ അമ്മ കേക്കൂ? നമുക്ക് തിരിച്ചു പോവാമേ. ഏതോ? അതെ അമ്മേ. ഈ സീതാലക്ഷ്മി ജീവിച്ചിരിക്കുമ്പോ നമ്മൾ തോൽക്കില്ല മോളെ. തോൽക്കണമെങ്കിൽ നിന്റെ അമ്മ മരിക്കണം. മോഹിച്ചതും കൊണ്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ. നീ എന്താ ലക്ഷ്മി ഈ പറയുന്നേ? കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനവാദം എങ്ങനെയാ? ഇനി എന്ത് തീരുമാനം ആകാനായിട്ടാ? എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞങ്ങ് ഉറപ്പിക്കും. അതൊന്നും ഇനി നടക്കില്ല ഏട്ടാ. എന്റെ ഗീതമോള് അവൾ അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കും. അല്ലാതെന്താ? തെറ്റുപറ്റിയത് എനിക്കാ. ഞാൻ എല്ലാവരെയും വിശ്വസിച്ചു. ഏട്ടന്റെ ഈ വീട്ടിൽ എന്റെ മോള് സുരക്ഷിതയാണെന്ന് വിശ്വസിച്ചു. ഏട്ടനും ഏട്ടത്തെയും ഗീതമോളെ സ്വന്തം മോളായി കാണുമെന്ന് വിചാരിച്ചു. എന്റെ മോളെ വേണു ചതിച്ച് ഗർഭിണിയാക്കിയപ്പോഴും ഞാൻ കരുതി നിങ്ങളൊക്കെ എന്റെ കുഞ്ഞിനെ പെരുവഴിയിലേക്ക് ഇറക്കി വിടില്ലെന്ന്. എന്റെ പൊന്നു ലക്ഷ്മി, അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചേ? നിനക്കറിയില്ലേ എന്നെ? ഇത് മോള് കഴിഞ്ഞിട്ടല്ലേ എനിക്ക് മറ്റാരെങ്കിലും ഉള്ളൂ? ചോദിച്ചു നോക്ക് നീ മോളോട്, ഞാൻ അവക്ക് വേണ്ടി എന്തൊക്കെയാ അവിടെ കാണിച്ചു കൂട്ടുന്നെന്ന്. അതുകൊണ്ട് എന്താ ഏട്ടാ കാര്യം? പിന്നെ ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറ. ഏട്ടനൊന്നും ചെയ്യണ്ട ഇനി.
നഷ്ടപ്പെട്ടത് എന്റെ മോളുടെ ജീവിതം. എനിക്കും അവക്കും ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അവളുടെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ എല്ലാരും കൂടി ഞങ്ങളെ ഇങ്ങനെ തട്ടിക്കളിക്കായിരുന്നു ഏട്ടാ. ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ണീര് കുടിക്കേണ്ടി വരുമായിരുന്നോ? ഇനി ഒരു വഴിയേ ഉള്ളൂ. എന്റെ സ്വത്തുക്കളൊക്കെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിനോ വൃദ്ധസദനത്തിനോ എഴുതി വെച്ച് ഞാനും എന്റെ മോളും വല്ല വിഷവും കഴിച്ച് ചാവും. അതേ ഉള്ളൂ ഇനി എന്റെ മുന്നിൽ. ചങ്ങിക്കൊള്ളുന്ന വർത്താനം പറയില്ലേടി ലക്ഷ്മി. വെറുതെ പറഞ്ഞതല്ലേ ഏട്ടാ, ഞങ്ങളിത് ചെയ്യും. വലിയ ആളായൊന്നും നോക്കൂല. ഒരടി അങ്ങോട്ട് വെച്ചോരി ഞാൻ. പിന്നെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ മുഴുവൻ കണ്ട അനാഥ മന്ദിരത്തിന് എഴുതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ ഭ്രാന്തുണ്ടോടി നിനക്ക്? എടീ, ഈ ഏട്ടനുള്ളപ്പോ നിനക്കും നിന്റെ മോക്കും ഒരു സങ്കടം ഉണ്ടാകാൻ ഈ ഏട്ടൻ സമ്മതിക്കില്ല. എനിക്കുള്ളതെല്ലാം എന്റെ ഗീതുമോളും വേണുവും ഏട്ടനും ഒക്കെ അനുഭവിക്കണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. വേണുവും ഗീതവും തമ്മിലുള്ള വിവാഹം, അതല്ലേ നമ്മുടെ ആഗ്രഹം. അതെന്ന് നടക്കുന്ന ഏട്ടൻ ഈ പറയണേ? നമ്മുടെ ഗീതുമോള് അവിടെ ഒരു അന്യയെ പോലെ നിറവയറും പൊത്തിപ്പിടിച്ച് കണ്ണീരൊഴുക്കി കഴിയുന്നു. അവൾ എങ്ങനെ ജീവിച്ച കുട്ടിയാണെന്ന് അറിയാലോ ഏട്ടന്. രാജകുമാരിയെ പോലെ ജീവിച്ചവളാ. ഇപ്പൊ ഇവിടുത്തെ സ്ഥിതി എന്താ? ഓരോരുത്തരുടെ കുത്തുവാക്കും പഴിയും കേട്ട് പേടിച്ചു കഴിയുന്നു. ഇതെന്ത് ജീവിതമായിട്ടാ? എന്നിട്ടോ കണ്ണിട നിരങ്ങിയവള് ദാ വേണുവിനോടൊപ്പം സുഖിച്ച് ജീവിക്കുന്നു. കണ്ടിട്ട് സഹിക്കുന്നില്ല ഏട്ടാ. ഏട്ടൻ ഇതെങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയുന്നു?